അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വർണം കയ്യിൽ നിന്ന് പോയവർ കേസ് കൊടുക്കും. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം കയറിയ ഓട്ടോക്കാരനെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഓട്ടോക്കാരനോട് ചോദിക്കുന്നു, നീയാണോ അവിടെ കട്ടെടുത്തതെന്ന്. അപ്പോൾ അയാൾ പറയുന്നില്ല, ഞാൻ എടുത്തിട്ടില്ല, ഞാനിങ്ങനെ ഇവർ രാത്രിയിൽ ഓട്ടം വന്നപ്പോൾ എൻ്റെ ഓട്ടോ ബ്രേക്ക് ഡൗൺ ആയി, അങ്ങനെ വേറൊരു ഓട്ടോയിലാണ് കയറ്റി വിട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഓട്ടോയുടെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ പയ്യൻ പറയുന്നു, എനിക്കറിയില്ല അത് ആരാണെന്നൊന്നും എന്ന് പറയുന്നു. ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറയുന്നു. അങ്ങനെ അവർ സ്വർണം കിട്ടാതെ അവിടെ നിന്ന് വിഷമിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ. കാരണം കല്യാണം ആകാൻ വേണ്ടി 2-3 ദിവസമേ ഉള്ളൂ. ഇതേ സമയത്ത് നമ്മുടെ ശാലിനിയും വിഷ്ണുവും കുട്ടികളെല്ലാം കൂടെ വാട്ടർ തീം പാർക്കിലേക്ക് ആദ്യം ചെല്ലുകയാണ്. അങ്ങനെ വെള്ളത്തിലും എല്ലായിടത്തും കയറി അങ്ങനെ ഓരോ റൈഡിലൊക്കെ കയറി അവരങ്ങനെ ആഘോഷിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളെ പോലെ അവരിങ്ങനെ ആഹ്ലാദിക്കുകയാണ്. അങ്ങനെ ഊഞ്ഞാലിലൊക്കെ ആടുകയാണ്. ആടുന്ന സമയത്ത് പപ്പിയും സത്യയും ഊഞ്ഞാൽ കിടന്നാടുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പപ്പിമോള് ഊഞ്ഞാലിൽ നിന്നും മതി ചേച്ചിയമ്മയെന്നും പറഞ്ഞിട്ട് ഇറങ്ങി ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് വിഷ്ണു ശാലിനിയൊക്കെ അവിടെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ ശാലിനി പപ്പിമോളെ നോക്കുന്നത്. അപ്പോൾ പപ്പിമോളെ കാണുന്നില്ല. അങ്ങനെ തപ്പി പോകുന്ന സമയത്ത് കുഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് എന്താ മോളെ പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ പപ്പി രോഹിത്തിനെയും ശ്യാമയും ഓർക്കുന്നുണ്ട്. കാരണം കുഞ്ഞു പ്രായത്തിൽ അവളെ എടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ആലോചിക്കുകയാണ്. അപ്പം നമ്മുടെ ശാലിനി അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ശാലിനി പറയുന്നു, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഓർത്താണ്, അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നൊക്കെ കുഞ്ഞ് മനസ്സ് പറയുകയാണ്. പെട്ടെന്ന് ശാലിനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമാവും. അപ്പം അങ്ങനെ മോളെ ആശ്വസിപ്പിക്കാൻ വീണ്ടും അവർ കളിച്ചിരികൾ തുടരുകയാണ്. പിന്നീട് നമ്മുടെ ശാലിനി വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് പറയും, നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു വേണം, അവൾ അറിയുന്നില്ലല്ലോ അവളുടെ അച്ഛനും അമ്മയും നമ്മളാണെന്ന് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ വിഷ്ണു പറയുന്നത്, ശാലിനി വീണ്ടും പറയുന്നു, എനിക്ക് എൻ്റെ മോളെ തിരിച്ചു വേണം, എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മുടെ വിഷ്ണു പറയും, നീ അതിന് കാത്തിരിക്കുക, അതിന് കുറച്ചും കൂടെ സമയം വേണം, ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ശാലിനി ഇങ്ങനെ വിഷമിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ വീണ്ടും ആ സന്തോഷത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് വീണ്ടും അറിവ് കിട്ടുകയാണ് ഇങ്ങനെ വിഷ്ണുവിൻ്റെ ഓട്ടോയെ പറ്റി. അങ്ങനെ വിഷ്ണു കട്ടെടുത്തു എന്നുള്ള രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ അറിയുന്നു. അങ്ങനെ വിഷ്ണുവിനെ അന്വേഷിച്ച് പോലീസുകാരൊക്കെ എത്തുകയാണ്. അങ്ങനെ വന്ന് ഓട്ടോ നോക്കുമ്പോഴത്തേനും ഓട്ടോയിൽ സ്വർണം കണ്ടെത്തും. പക്ഷേ അത് വിഷ്ണു ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിലായിരിക്കും ലാസ്റ്റ് വരാൻ പോകുന്നത്. വിഷ്ണു അങ്ങനെ വീണ്ടും അവർ ആ ആപത്തിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.